എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിലാണ് ആ ഒരു ലിങ്ക് വഴി എത്തുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ആക്സസ് കോഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ ഡാറ്റ ഷീറ്റും ആ ഒരു പേജിൽ നിന്നും ലഭ്യമാകുന്നതാണ്. ആ ഒരു ഡാറ്റ ഷീറ്റിൻ്റെയും അലോട്ട്മെൻറ്റ് മെമ്മോയുടെയും എക്സ്ട്രാ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ ഭാവി ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. കാരണം പിന്നീട് അലോട്ട്മെൻറ്റ് മെമ്മോയോ ഡാറ്റ ഷീറ്റോ പിന്നീട് വീണ്ടും വെബ്സൈറ്റിൽ നിന്ന് അതായത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാനായിട്ട് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ തേർഡ് ഫേസ് വാക്കൻ്റ് സീറ്റ് ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ബിഫാം ആർക്കിടെക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾക്ക് ഏത് കോഴ്സിൻ്റെ റിസൾട്ടാണ്, അതായത് ഏത് കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ റിമാർക്സ് കൊടുത്തത് കാണാം. അതായത് നോ ചേഞ്ച് ഓഫ് അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ ആദ്യമായിട്ടാണോ കിട്ടിയുള്ളത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ അത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ബിഫാം ആർക്കിടെക്ചർ, അതുപോലെ തന്നെ അതിൽ ഏതെങ്കിലും കോഴ്സിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അതായത് അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ചില വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഓഫ് അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ സാധിക്കും. അതുപോലത്തെ ഇവിടെ ചേഞ്ച് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ ഫ്രഷ് അലോട്ട്മെൻറ്റ് ദിസ് ഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അതായത് ചില വിദ്യാർത്ഥികൾക്ക് ചേഞ്ച് വന്നിട്ടില്ല, അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്, അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് അതിൽ റിമാർക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ആർക്കിടെക്ചർ കോഴ്സിൻ്റെതാണ്. അടുത്തത് ആർക്കിടെക്ചർ കോഴ്സും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഇങ്ങനെ പരിശോധിക്കുന്നതിൽ കൂടുതൽ നല്ലത് നിങ്ങൾ ലോഗിൻ ചെയ്ത് പരിശോധിക്കുന്നതാണ്. കാരണം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പരിശോധിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈൽ വഴി പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് വന്നതിൻ്റെ വിജ്ഞാപനം കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ 10/9/2024 അതായത് സെപ്റ്റംബർ 10-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചത് ഏത് കോളേജിലാണ് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഹോം പേജിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കണം. അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പകർപ്പ് വിദ്യാർത്ഥികൾ പിന്നീടുള്ള ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹോം പേജിലെ ഡാറ്റ ഷീറ്റ് എന്ന മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റ ഷീറ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ എന്നിവയും പ്രോസ്പെക്ടസ് ക്ലോസ് 11.a.1 പറഞ്ഞിരിക്കുന്ന ബാധകമായിട്ടുള്ള എല്ലാ രേഖകളും കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. വിദ്യാർത്ഥിയുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതുമായിട്ടുള്ള ഫീസ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ 10-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ അടച്ച ശേഷം 10-ാം തീയതി അതായത് സെപ്റ്റംബർ 10-ാം തീയതി തന്നെ 3 മണിക്കൂറിൽ നിങ്ങൾ പോയിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ്, അധിക തുക അല്ലെങ്കിൽ അടച്ച ശേഷം കോളേജിൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റദ്ദാകുന്നതായിരിക്കും. നിലവിലെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജിൽ ഈ ഒരു 10-ാം തീയതി സെപ്റ്റംബർ 10-ാം തീയതി 3 മണിക്കുള്ളിൽ പ്രവേശനം നേടണം. പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് കോളേജുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്.
ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷ കമ്മീഷൻ നടത്തുന്ന ഈ വർഷം നടത്തുന്ന ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്. ഈ ഒരു ഘട്ടത്തിലെ അലോട്ട്മെൻറ്റിന് ശേഷം സർക്കാർ കോളേജുകൾ അതുപോലെ ഒഴിവുള്ള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ സീറ്റുകളിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ സ്പോട്ട് അലോട്ട്മെൻറ്റ് മുഖേന നികത്തുന്നതായിരിക്കും. മറ്റ് കോളേജുകളിൽ ഒഴിവുവരുന്ന സീറ്റുകൾ അതത് കോളേജുകൾ ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകൾ, പ്രോസ്പെക്ടസിലെ ബാധകമായിട്ടുള്ള വ്യവസ്ഥകൾ എന്നിവ അനുസരിച്ച് സ്പോട്ട് അലോട്ട്മെൻറ്റ് മുഖേന നികത്തുന്നതായിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിന് ശേഷം സർക്കാർ കോളേജുകൾ ഒഴിവുള്ള ഫാർമസി സീറ്റുകൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് മുഖേന നടത്തുന്നതാണ്. മറ്റ് കോളേജുകളിൽ ഒഴിവുവരുന്ന സീറ്റുകൾ അതത് കോളേജുകൾ ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകൾ, പ്രോസ്പെക്ടസിൽ ബാധകമായിട്ടുള്ള വ്യവസ്ഥ എന്നിവ അനുസരിച്ച് സ്പോട്ട് അലോട്ട്മെൻറ്റ് മുഖേന നടത്തുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.